ഒരു സ്ത്രീയുമായി എന്ന് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവോ, ദിവസങ്ങൾക്കുള്ളിൽ അങ്ങയുടെ മരണം സുനിശ്ചിതമാണ്. പാണ്ഡുവിന്റെ ശരീരം അടിമുടി ഭയന്നു. കൊട്ടാരത്തിലെത്തിയ ശേഷം അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഭയം പതിയെ പതിയെ അയാളെ കാർന്ന് തിന്നുവാൻ തുടങ്ങി. രാജ്യകാര്യങ്ങളിൽ അയാൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയായി. ശേഷം നിരവധി ദിവസത്തെ ആലോചനകൾക്ക് ശേഷം പാണ്ഡു ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഭയം കാരണം പാണ്ഡു തന്റെ ജ്യേഷ്ഠന് രാജ്യം നൽകി ഭാര്യമാരെയും കൂട്ടി കൊട്ടാരത്തിൽ നിന്നും വിടവാങ്ങി. ശേഷജീവിതം ഒരു വനത്തിലാക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. പക്ഷേ കുട്ടികൾ തനിക്ക് വേണമെന്നുള്ള കടുത്ത ആഗ്രഹം പാണ്ഡുവിനുണ്ടായിരുന്നു. ഹസ്തിനപുരത്തിന് തന്റെ ഭാഗത്തു നിന്നും അവകാശികൾ വേണമെന്നുള്ള ആഗ്രഹം അയാളിലുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ? മഹർഷിയുടെ ശാപം തന്നെ വിട്ടു പോവാത്തിടത്തോളം കാലം എങ്ങനെ തനിക്ക് കുട്ടികളുണ്ടാകും? തന്റെ തലമുറ നിന്നുപോകുമോ? ഹസ്തിനപുരം ധൃതരാഷ്ട്രർ അതിമനോഹരമായി ഭരിക്കുവാൻ തുടങ്ങി. ആദ്യമൊന്നും ഭരണത്തിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും പതിയെ പതിയെ ഭരണത്തിന്റെ രുചി അയാൾ ആസ്വദിക്കുവാൻ തുടങ്ങി. ഇത്രയും നാൾ എന്തുകൊണ്ട് ഈ രുചിയിൽ നിന്നും മാറി നിന്നു എന്നതായിരുന്നു ആകെ അയാളുടെ മുൻപിലുണ്ടായിരുന്ന ചോദ്യം. ഭരണത്തിൽ തന്റെ വലം കൈയായിരുന്നത് വിതുരറായിരുന്നു. അന്ന് വ്യാസനിൽ കൊട്ടാരത്തിലെ ദാസിയിലുണ്ടായ കുട്ടിയായിരുന്നു വിതുരർ. ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും വിതുരരുടെയും അച്ഛൻ ഒന്നാണെങ്കിലും വിതുരർക്ക് ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. ജനിച്ചത് ദാസിയുടെ വയറ്റിലായതിനാൽ രാജഭരണം വിതുരർക്ക് ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ വിതുരറായിരുന്നു രാജ്യത്തിന്റെ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. പാണ്ഡു അപ്പോഴും വനവാസം വിട്ട് തിരിച്ചു വന്നില്ല. എന്നാൽ വിവരങ്ങൾ യഥാസമയം കൊട്ടാരത്തിലെത്തുന്നുണ്ടായിരുന്നു. ഒരു രാത്രിയായിരുന്നു അത്. അതിശക്തമായാണ് അയാൾ ഓടുന്നത്. ഓടുന്ന വഴിക്ക് മറ്റൊന്നും തന്നെ അയാൾ ശ്രദ്ധിക്കുന്നില്ല. മണിക്കൂറുകളായി അയാൾ ഈ ഓട്ടം തുടങ്ങിയിട്ട്. അങ്ങനെ ഒടുവിൽ അയാൾ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഹസ്തിനപുരം കൊട്ടാരം.